ശ്രീ എം ഷിനാസ്, മാൻഡേറ്റ് ഉള്ളവർക്ക് മറുപടി പറയേണ്ടതില്ല എന്ന വാദത്തെ എങ്ങനെയാണ് കാണുന്നത്? ഭൂരിപക്ഷമുള്ളത് കൊണ്ട് അത് പറയേണ്ട സമയവും പറയേണ്ട കാലവും ഒക്കെ അവർക്ക് നിശ്ചയിക്കാം. നമ്മുടെ പാർലമെന്ററി സമ്പ്രദായത്തെപ്പറ്റി അല്ലെങ്കിൽ പാർലമെന്ററി രീതിയെപ്പറ്റി കാര്യമായി യാതൊരു അവബോധവുമില്ലാത്ത നിരീക്ഷണമാണത്. കാരണം നമ്മുടെ ഭരണഘടനയിൽ തന്നെ അർത്ഥശങ്കക്കിടയില്ലാതെ വളരെ അസന്നിഗ്ധമായി ഭരണഘടനയുടെ 75-ാം അനുച്ഛേദത്തിലും 77-ാം അനുച്ഛേദത്തിലും മന്ത്രിമാർക്കും മന്ത്രിസഭയ്ക്കും പാർലമെന്റിനോട് കൂട്ടായ ഉത്തരവാദിത്വവും വ്യക്തിപരമായ ഉത്തരവാദിത്വവും ഉണ്ടെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ഇപ്പോൾ വർഷകാല സമ്മേളനം തുടങ്ങിയത് ജൂലൈ 20-നാണ്. അന്നു മുതൽ പ്രതിപക്ഷം ഉന്നയിച്ചു പോരുന്നൊരു പ്രശ്നം ജൂലൈ 20-ന് സൻസദ് ചലോ പാർലമെന്റ് മാർച്ചിനിടെ ഉണ്ടായ വിദ്യാർത്ഥികൾക്ക് നേരെ യുവജനങ്ങൾക്ക് നേരെ ഉണ്ടായ പോലീസ് അതിക്രമത്തെപ്പറ്റി ആ വകുപ്പുമായി ബന്ധപ്പെട്ട മന്ത്രി പാർലമെന്റിൽ വന്ന് പ്രസ്താവന നടത്തണം എന്നാണ്. കാരണം ഭരണഘടനയുടെ 75-ാം വകുപ്പ് അനുസരിച്ച് അതത് മന്ത്രിമാർ, അല്ലാതെ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജു അല്ല അതിൽ കാര്യങ്ങൾ പറയേണ്ടത്. കാരണം ഈ പോലീസ് അതിക്രമം, പോലീസ് തല്ലിച്ചതച്ചത് ഡൽഹി പോലീസും അതുപോലെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സുമാണ്. ഈ രണ്ട് സേനകളും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രിക്കാണ് ഈ രണ്ട് വിഭാഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അവരാണ് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചത്. അപ്പോൾ അതിനെപ്പറ്റി ഒരു പ്രസ്താവന നടത്താതെ ജൂലൈ 20 മുതൽ ഇന്നേ വരെ, ഇന്നലെ കിരൺ റിജ്ജു പറഞ്ഞു പ്രസ്താവന നടത്തും, പക്ഷേ ചില ഉപാധികളുണ്ട്, ബഹളമയമാവാൻ പാടില്ല, തടസ്സപ്പെടുത്തരുത് എന്നൊക്കെ. പാർലമെന്ററി കാര്യം മന്ത്രിയുടെ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഒരു അബദ്ധം ഞാൻ പറയുകയാണ്. പാർലമെന്ററി കാര്യ മന്ത്രിയാണോ? ഇപ്പൊ പാർലമെന്ററി കാര്യ മന്ത്രിയാണ് ഈ കഴിഞ്ഞ ജൂലൈ 20 മുതൽ ഭരണപക്ഷത്തിന്റെ തേരാളിയും പോരാളിയുമായി വാസ്തവത്തിൽ പാർലമെന്റിൽ നിറഞ്ഞു നിൽക്കുന്നത്, പ്രതിപക്ഷത്തെ തടസ്സപ്പെടുത്തുന്നത്. പാർലമെന്ററി കാര്യം മന്ത്രി മറ്റ് മന്ത്രിമാരെ പോലെയല്ല. പാർലമെന്ററി കാര്യ മന്ത്രിയുടെ ഒരു പ്രധാന കർത്തവ്യം എന്ന് പറഞ്ഞാൽ സർക്കാരിനും പ്രതിപക്ഷത്തിനും ഇടയിൽ ഒരു പാലമായി വർത്തിച്ചുകൊണ്ട് പാർലമെന്റിന്റെ നടപടിക്രമങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന പരിതോവസ്ഥയും സാഹചര്യവും സൃഷ്ടിക്കുക എന്നതാണ്. അദ്ദേഹം ഒരു ഭരണപക്ഷത്തിന്റെ തേരാളിയോ പോരാളിയോ ആയി പെരുമാറേണ്ട വ്യക്തിയല്ല. അങ്ങനെയല്ല കീഴ്വഴക്കം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രശ്നത്തിന് മറുപടി പറയേണ്ടത് പാർലമെന്ററി കാര്യമന്ത്രിയോ വിദേശകാര്യമന്ത്രിയോ അല്ലെങ്കിൽ ധനകാര്യമന്ത്രിയോ അല്ല. കാരണം ഇതിന് വ്യക്തമായ മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്, ഭരണഘടനാപരമായി തന്നെ ബാധ്യസ്ഥനാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പക്ഷെ അദ്ദേഹം ജൂലൈ 20 മുതൽ ഇന്നേ വരെ പാർലമെന്റിൽ വന്നിട്ടില്ല. എന്നാൽ പാർലമെന്റ് മന്ദിരത്തിൽ വരുന്നു, അദ്ദേഹത്തിന്റെ ചേംബറിൽ പോകുന്നു, 1-2 മണിക്കൂറുകൾ അവിടെ ചെലവഴിക്കുന്നു. പക്ഷേ പാർലമെന്റിൽ സഭയിൽ വരുന്നില്ല. ഇന്നലെ പറഞ്ഞു സഭയിൽ അദ്ദേഹം വരും. പക്ഷേ മറ്റന്നാൾ വ്യാഴാഴ്ച ഈ നടപ്പ് പാർലമെന്റ് സമ്മേളനം അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് ആ ദിവസം വന്ന് പേരിനൊരു പ്രസ്താവന നടത്തുകയും പ്രതിപക്ഷം അതിൽ ചർച്ച തുടങ്ങുമ്പോൾ ബഹളമയമാവുകയും അങ്ങനെ അത് അവസാനിപ്പിക്കാമെന്നായിരിക്കാം ഇവർ കരുതുന്നത്. മറ്റൊരു കാര്യമുള്ളത് പ്രധാനമന്ത്രിയും വന്നില്ല എന്നതാണ്. അപ്പോൾ ഈ കാര്യം വാസ്തവത്തിൽ പാർലമെന്റിന്, ഈ ഭരണകൂടത്തിന്, സർക്കാരിന് പാർലമെന്റിനോട് ഉത്തരവാദിത്വമുണ്ട്, മന്ത്രിമാർക്ക് പാർലമെന്റിനോട് ഉത്തരവാദിത്വമുണ്ട്. ഈ കഴിഞ്ഞ 10-21 ദിവസമായി ആഭ്യന്തരമന്ത്രിയും ഈവൻ പ്രധാനമന്ത്രിയും ചെയ്തു പോരുന്നത് വളരെ അസാധാരണമായ, വളരെ അനൌചിത്യ നിർഭരമായ, പാർലമെന്റിനോടുള്ള അവഹേളനവും അനാദരവും നിറഞ്ഞ, പാർലമെന്റിനെയും പ്രതിപക്ഷത്തെയും ജനാധിപത്യത്തെ തന്നെയും വെല്ലുവിളിക്കുന്ന അസാധാരണമായ കീഴ്വഴക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് നേരത്തെ പറഞ്ഞ ഭൂരിപക്ഷം ഞങ്ങൾക്കാണ്, അതുകൊണ്ട് എന്തുമാവാം, പ്രതിപക്ഷത്തെ കേൾക്കേണ്ടതില്ല എന്ന് പറയുന്നത് തീർത്തും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടാണ്. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടാണല്ലോ ചില വിമർശകർ കഴിഞ്ഞ 2014 തൊട്ടുള്ള ഈ കേന്ദ്ര ഭരണകൂടത്തെ ഇലക്ടറൽ ഓട്ടോക്രസി, തെരഞ്ഞെടുക്കപ്പെട്ട സ്വേച്ഛാധിപത്യം, അങ്ങനെയാണെങ്കിലാവാം,
തെരഞ്ഞെടുക്കപ്പെട്ട സ്വേച്ഛാധിപത്യ സർക്കാരാണ് ഇതെങ്കിൽ ഈ രീതിയിലാവാം. പക്ഷേ പാർലമെന്ററി ജനാധിപത്യ സമ്പ്രദായത്തിൽ ഒരു മന്ത്രിക്ക്, ഒരു മന്ത്രിസഭയ്ക്കും മന്ത്രിമാർക്കും പാർലമെന്റിനോട് കൂട്ടായ ഉത്തരവാദിത്വവും അതുപോലെ തന്നെ വ്യക്തിപരമായ ഉത്തരവാദിത്വവും ഉണ്ട്. പാർലമെന്റ് അംഗങ്ങളുടെ ചോദ്യങ്ങൾക്കും ആശങ്കകൾക്കും അതത് വകുപ്പുകളുടെ മന്ത്രിമാർ പാർലമെന്റിൽ മറുപടി പറയേണ്ടതുണ്ട്. അങ്ങനെ മറുപടി പറയാതെ കഴിഞ്ഞ 10-21 ദിവസമായി മുങ്ങി നടക്കുകയാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി. അദ്ദേഹത്തിന് ജൂലൈ 20 ആ സംഭവം നടന്നു. അതിൽ ലാത്തിയിൽ ആണി അടിച്ചു കയറ്റിയ ലാത്തികളുണ്ടായിരുന്നു. ലാത്തി ചാർജ് അങ്ങനെയാണ്. പെല്ലറ്റ് ഗൺസ് ഉണ്ടായിരുന്നു, ടിയർ ഗ്യാസ്, അതൊക്കെ ഓക്കെ. ജൂലൈ 20 നടന്നു. ഈ കേന്ദ്ര സേനയോട്, ഡൽഹി പോലീസിനോടും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനോടും കാര്യങ്ങൾ അന്വേഷിച്ച് ജൂലൈ 22-നോ 23-നോ 24-നോ ആ ആഴ്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് പാർലമെന്റിൽ വന്ന് തന്റെ ഭാഷ്യം, അല്ലെങ്കിൽ കേന്ദ്ര ഭരണകൂടത്തിന്റെ ഭാഷ്യം, അവരുടെ വാദമുഖം അവതരിപ്പിക്കാമായിരുന്നു. അത് ചർച്ച ചെയ്യാമായിരുന്നു. ചർച്ച ചെയ്തില്ല. പിന്നീട് അതൊക്കെ കഴിഞ്ഞ് ഈ ഓഗസ്റ്റ് 6-ന് സാക്ഷാൽ രാജ്യസഭയുടെ അധ്യക്ഷനായ CP രാധാകൃഷ്ണൻ, അദ്ദേഹം BJP നേതാവ് കൂടിയായിരുന്നല്ലോ, ഇപ്പൊ രാജ്യസഭയുടെ അധ്യക്ഷനാണ്. അദ്ദേഹം പാർലമെന്റിൽ വാക്കാൽ കിരൺ റിജിജുവിനോട്, പാർലമെന്ററി കാര്യമന്ത്രിയോട് പറഞ്ഞു, ആഭ്യന്തരമന്ത്രി അമിത് ഷാ പാർലമെന്റിൽ ഹാജരാവാൻ വേണ്ടി നിർദ്ദേശിക്കണം. അത് കഴിഞ്ഞിട്ടും 5-6 ദിവസം കഴിഞ്ഞു, അദ്ദേഹം ഹാജരായിട്ടില്ല. അപ്പോൾ ഈ പാർലമെന്ററി ജനാധിപത്യത്തോടും പ്രതിപക്ഷത്തോടും അതുപോലെ സർവോപരി ഇന്ത്യയിലെ ജനങ്ങളോടും നടത്തുന്ന ഒരു വെല്ലുവിളിയാണ് വാസ്തവത്തിൽ കഴിഞ്ഞ 10-21 ദിവസമായി ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും നടത്തിപ്പോരുന്നത്. ഈ സംഭവം എന്ന് വെച്ചാൽ ഇന്ത്യക്കകത്തും പുറത്തും ഏറെ ചർച്ച ചെയ്യപ്പെട്ട, ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവ വികാസമാണ്. അതിൽ കേന്ദ്ര ഭരണകൂടത്തിന്റെ വാദമുഖം എന്തുമാവട്ടെ, ഭാഷ്യം എന്തുമാവട്ടെ, അവിടെ വന്ന് വിശദീകരിക്കാനും ചർച്ച ചെയ്യാനുമുള്ള വേദിയാണ് പാർലമെന്റ്. അപ്പോൾ പ്രതിപക്ഷം ചോദ്യങ്ങൾ ഉന്നയിക്കും, തർക്ക വിതർക്കങ്ങൾ ഉണ്ടാവും, വാദപ്രതിവാദങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ ശബ്ദായമാനമായ അന്തരീക്ഷമുണ്ടാവും. ഇതൊന്നും പുത്തരിയല്ലോ, പണ്ടും ഉണ്ടായതല്ലേ. ഇതിനേക്കാൾ വലിയ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ മന്ത്രിമാർ വന്നിട്ട് പാർലമെന്റിൽ പ്രസ്താവന നടത്തി, പിന്നീട് ചർച്ചകൾ ഉണ്ടാവുന്നു, വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുന്നു. അതൊക്കെ സ്വാഭാവികമാണല്ലോ പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയിൽ. ഇത് ഒരുതരം ഭീരുത്വമാണ്, ഒളിച്ചോട്ടമാണ്. പാർലമെന്റിനോടും അതുപോലെ ഇന്ത്യൻ ജനാധിപത്യത്തോടും ചെയ്യുന്ന ഒരുതരം ധാർഷ്ട്യം നിറഞ്ഞ ധിക്കാരപൂർവമായ നടപടിയാണ്. ശരി. കാരണം രാജ്യസഭാ അധ്യക്ഷൻ പറഞ്ഞിട്ട് പോലും ഒരു പുല്ലുവില കൽപ്പിക്കാത്ത ആഭ്യന്തരമന്ത്രി പിന്നെ ആര് പറഞ്ഞു? പ്രതിപക്ഷം പറഞ്ഞ പിന്നെ കേൾക്കുമോ? അപ്പൊ പ്രതിപക്ഷം പറയുന്നത് വന്ന് പ്രസ്താവന നടത്തുന്നു, നമുക്ക് ചർച്ച ചെയ്യാം. അദ്ദേഹം വരുന്നില്ല, മന്ദിരത്തിൽ വരുന്നു, അദ്ദേഹത്തിന്റെ ചേംബറിൽ പോകുന്നു. പാർലമെന്റിനെയും ജനാധിപത്യത്തെയും പ്രതിപക്ഷത്തെയും നോക്കുകുത്തിയാക്കുക മാത്രമല്ല, കൊഞ്ഞനം കുത്തുകയാണ് വാസ്തവത്തിൽ അദ്ദേഹം ചെയ്യുന്നത്. ശരി, പാർലമെന്റിലെ കീഴ്വഴക്കങ്ങൾ മാറ്റാനുള്ള ബോധപൂർവമായ ശ്രമമാണോ എന്ന് കൂടി അതിനെ സംശയിക്കേണ്ടി വരും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.